മൈ വേ ബൈ കല്യാണി വേഴ്സസ് ഡോക്ടർ നിലൂഫർ അല്ലേ? അവരുടെ ഒരു ലൂപ്പ് ജസ്റ്റ് എൻഡായി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവർ രണ്ടുപേരും നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യത്തിന് മുകളിലാണ്, ലാസ്റ്റ് നോട്ടിലാണ് ആ ഒരു ലൂപ്പ് എൻഡ് ആവുന്നത്. ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ വരാൻ ചാൻസ് കുറവ്. കാരണം ഡോക്ടർ നിലൂഫറും പറഞ്ഞു എനിക്ക് ഇനി ഒരു യൂട്യൂബർമാരോടും വർത്തമാനം പറയാൻ താല്പര്യമില്ല. ആൻഡ് മൈ വേ ബൈ കല്യാണി ആണെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അപ്പുറം ഇനി കേസും കൂട്ടും കാര്യങ്ങളും ഞാനില്ല എന്നുള്ള രീതിക്ക് അവർ നിർത്തി പോകുന്നു. പക്ഷെ ഇന്ന് മൈ വേ ബൈ കല്യാണിയുടെ ജീവ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, റീഡ് ഇറ്റ് ഔട്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എൻ്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നറിയാം. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. ഇത് നിയമപരമായ നടപടികളുടെ ഭാഗമായതിനാൽ ആ പ്രക്രിയയെ മാനിച്ചുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. എന്നാൽ ചില വസ്തുതകൾ പങ്കുവെക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇവ എൻ്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങൾ രേഖാമൂലം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. അതായത് മൈ വേ ബൈ കല്യാണി കുറച്ച് കാര്യങ്ങളിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, കിട്ടാൻ വേണ്ടി നിൽക്കുക. അതായത് ഒന്നില്ലെങ്കിൽ ഡോക്ടറെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം. അപ്പോൾ ബേസിക്കലി ലൈസൻസ്, സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും അവർ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ബാക്കി വയ്ക്കുന്നോട്ടെ. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി AD USA രേഖാമൂലം സ്ഥിരീകരിച്ചത് അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അതെന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ നിലൂഫറിന്റെ ക്വാളിഫിക്കേഷൻ, ഓക്കെ, ഇതിൽ ഇവർക്ക് കേസ് ആയതുകൊണ്ട് ആരുടെയും പേര് പറയാൻ പറയാത്ത, ഇതിനകത്ത് വളരെ എവിഡന്റ് ആണ് അവരെ ആരാണോ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, ആ ട്രീറ്റ് ചെയ്ത വ്യക്തിയുടെ ക്വാളിഫിക്കേഷന് പിന്നാലെയാണ് ഇവിടെ മൈ വേ ബൈ കല്യാണി ഓടുന്നത്. അവരാണ് ട്രീറ്റ് ചെയ്തത്. കാരണം അവിടെയുള്ള വേറെ ഡോക്ടേഴ്സ് അല്ല ജീവലക്ഷ്മിയെ ട്രീറ്റ് ചെയ്തത്. അത് ഈവൻ ഈ നിലൂഫർ സംസാരിച്ച പല ഓഡിയോസിനകത്തും അത് വളരെ എവിഡന്റ് ആണ്. കാരണം അവരുടെ ക്യാബിനകത്ത് ഇരുന്നിട്ടാണ് ഇവർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പറഞ്ഞതും ആ ടൈമിലാണ് ജീവലക്ഷ്മി അവരോട് കൊളാബിന്റെ കാര്യം സംസാരിച്ചത് എന്നൊക്കെയാണ് അവർ അനന്തുവിനായിട്ട് സംസാരിച്ച ആ ഒരു ടൈമിലേക്ക്. അപ്പം അതിന്റെ ക്ലാരിറ്റി വേണമെങ്കിൽ ആ വീഡിയോന്റെ ഒരു പോർഷൻ ഞാനിവിടെ അന്ന് അനന്തുവിനായിട്ട് സംസാരിച്ച് അവിടെ പ്ലേ ചെയ്യാട്ടെ. കാരണം ഡോക്ടർ നിലൂഫർ തന്നെയാണ് ജീവലക്ഷ്മിയെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളതൊന്ന് കൺഫേം ആക്കാൻ. 2-3 മാസം മുന്നേ ഒരു കൺസൾട്ടേഷൻ റൂമിലിരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസ് ഒന്നുമില്ല. തിരിച്ച് കോമൺ സെൻസ് ചോദ്യം മാമിന്റെ അടുത്ത് ആണ് ആദ്യം ഇവർ വന്നത് അപ്രോച്ച് ചെയ്യുന്നത്, കൊളാബിന്റെ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് തന്നെ. കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ ആരും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിൽ ഉണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ടല്ലോ സിഇഒയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയണത്. ആദ്യം അതൊരു 3-4 മാസം മുന്നേ, അതൊന്നും ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ടും അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോ ഇല്ല ജീവലക്ഷ്മി. എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. അത് ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിൻ ഡൗൺ ചെയ്ത ഓർമ്മ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടറെ ഞങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു, ഈ പറഞ്ഞ വരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ പറഞ്ഞ വരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇനി കൊളാബ് തരണം. ഓക്കെ, സോ ബേസിക്കലി അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവരടുത്ത് റിലീസ് ചെയ്യാൻ പറയുന്നത് എന്നോടാ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തത്. എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറയണത് ഞാന്. അപ്പൊ അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നോണ പറയണം തന്നെ വിചാരിക്കേ. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, നോണ പറയണം തന്നെ വിചാരിക്കേ. എന്തിനാ പിന്നെ അവര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്? ബില്ല് തരൂ എന്നും പറഞ്ഞിട്ടാണോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്.
സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ ഈ കയ്യിലുണ്ടല്ലോ. ഒരു കോൺവെർസേഷനിൽ വളരെ ക്ലിയർ ആണ്. അത് നിലൂഫർ തന്നെയാണ്, ഡോക്ടർ നിലൂഫർ തന്നെയാണ് ജീവലക്ഷ്മിയെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫിൻ്റെ അവരുടെ എന്ത് കാണാം, കോസ്മെറ്റിക് കെമിസ്ട്രി സ്പെഷ്യലിസ്റ്റ് അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് MBBS ബാച്ചുലർ ഓഫ് മെഡിസിൻ, ബാച്ചുലർ ഓഫ് സർജറി ചെയ്തിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആൻഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നിന്നാണ്. മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് ചെയ്തിട്ട് ഹോൾസ് ആൻഡ് MSc ഇൻ ഡെർമറ്റോളജി ഫ്രം കിങ്സ് യൂണിവേഴ്സിറ്റി ഇൻ ലണ്ടൻ. അതായത് അവർ പുറത്തുനിന്നാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ പരിപാടികൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇവരുടെ ഈ ഡിഗ്രി ഷീ അക്വയർഡ് ഫ്രം എബ്രോഡ്. ഓക്കെ, അപ്പം അതിലേക്കാണ് ആര് പോകുന്നത്? മൈവേ ബൈ കല്യാണി പോകുന്നത്. അതായത് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി എന്ന് പറഞ്ഞ അക്കാഡമിയിലേക്ക് മേ ബി ഇവരൊരു മെയിൽ അയച്ചു കാണും. മെയിൽ അയച്ചാലാണല്ലോ അതിൻ്റെ ഒരു റിപ്ലൈ വരും. മെയിൽ അയക്കുന്ന സമയത്ത് മെയിലിൻ്റെ റിപ്ലൈയിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണോ ഡോക്ടർ നിലൂഫർ പഠിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഡിഗ്രി, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി അല്ല MSc അല്ല എടുത്തത്, MSc എടുത്തത്. MBBS കഴിഞ്ഞിട്ട് പിന്നെ MSc ഇൻ കോസ്മെറ്റിക് കെമിസ്ട്രി. അത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതൊരു അങ്ങനത്തെ കോഴ്സ് ഇല്ല. അതായത് ഡോക്ടർ നിലൂഫർ പഠിച്ച കോഴ്സിനെ ആയിരിക്കണം മേ ബി ഇവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ല. അപ്പോൾ ഇവർ ഫേക്ക് ചെയ്യാണോ എന്നുള്ള രീതിക്കായിരിക്കണം ആര് പോകുന്നത്, ഈ പറഞ്ഞ കല്യാണി പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഇതിനകത്ത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി താങ്കളുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ് നമ്മൾ ഈ ഇത് ക്വാളിഫിക്കേഷൻസ്, പ്രൊഫഷണൽ കണ്ടക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, ഇതൊക്കെ വരുന്നത് ഏതിനകത്താണ്? KSMC-നകത്താണ് ഈ സാധനങ്ങളൊക്കെ വരിക. അവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് അലോപ്പതി ഉള്ള ഡോക്ടേഴ്സ്, ആയുർവേദം, എല്ലാ ഹോമിയോപ്പതി എല്ലാവരും അതിനകത്ത് എന്ത് ചെയ്യണം? രജിസ്റ്റേർഡ് ആയാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൺസൾട്ടേഷൻ എടുക്കണമെങ്കിലോ ഡോക്ടർ എന്നുള്ള പേരിൽ നമുക്കൊരു ക്യാബിൻ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിലോ ഇതിനകത്ത് വേണം. ഓക്കെ, അതില്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ അവര് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ വിവരാവകാശം കൊടുത്തു. കാരണം ഇതിന്റെയൊക്കെ സൈഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ പരിപാടി അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്തിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ RTI ഇവർ കൊടുത്തു. RTI കൊടുത്തതിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ ഇവർക്ക് എന്തില്ല? രജിസ്ട്രേഷൻ ഇല്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് കൺസൾട്ടേഷൻ നടത്താനും രോഗികളെ പരിശോധിക്കാനും ഒന്നും എന്തില്ല, അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമായിട്ടാണ്. അങ്ങനെയുള്ളവർക്ക് അല്ല, ഡോക്ടർ വെക്കാം, ഡോക്ടറാണ്, പക്ഷെ കൺസൾട്ട് ചെയ്യാൻ പാടില്ല, കൺസൾട്ടേഷൻ എടുക്കാൻ പാടില്ല. എങ്ങനെ കേരളത്തിൽ കൺസൾട്ട് ചെയ്യുക? അങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ അവരുടെ കൗൺസിൽ രജിസ്റ്റർ ചെയ്യേണ്ടിരുന്നല്ലോ. അതിലില്ലെങ്കിൽ അവര് രജിസ്റ്റേർഡ് അല്ല, സംഘടന അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിനെയാണ്. അവിടെ രജിസ്ട്രേഷൻ ഇല്ലാതെ കൺസൾട്ടേഷൻ പറ്റില്ല. ബോർഡ് വെച്ചിരുന്ന് കൺസൾട്ടേഷൻ നടക്കൂല, കൺസൾട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ മൈവേ ബൈ കല്യാണി പോണത് എങ്ങട്ടാ? അവരുടെ അതായത് കല്യാണിയെ ട്രീറ്റ് ചെയ്ത, ജീവാലക്ഷ്മിയെ ട്രീറ്റ് ചെയ്ത നിലൂഫറിന് അങ്ങനെ ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെഡിസിൻസ് എഴുതാനോ ട്രീറ്റ്മെന്റ് എടുക്കാനോ അവർക്ക് പോസിബിൾ അല്ല എന്നുള്ളതിലേക്കാണ് ഈ സാധനങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? ഇതിൽ പേരെഴുതിയിട്ടാണ്, പക്ഷെ ഇൻഡയറക്ട്ലി ഈ സാധനങ്ങൾ ഇവർ അക്വയർ ചെയ്തു എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, ഞാൻ കുറച്ച് മുന്നത്തെ കുറച്ച് ഇയേഴ്സ് മുമ്പ് തന്നെ റെഡിറ്റിനകത്ത് ഓൾറെഡി ഡോക്ടർ നിലൂഫറിനെയും ഈ പറഞ്ഞ അവരുടെ സ്ഥാപനത്തിനെയും കുറിച്ച് കുറേ ത്രെഡുകൾ വന്നു പോയിട്ടുണ്ട്. അപ്പം അതിനകത്ത് വന്നൊരു സംസാരം, ഒരു കോൺവെർസേഷൻ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കോൺവെർസേഷൻ ഞാനിവിടെ വായിക്കാം. She replied with a lot of bull without answering the question. No, she is not a qualified dermatologist. She does not have a specialization in dermatology. MD അല്ലല്ലോ, ഇതിന് MSc അല്ലേ പഠിച്ചത്.
It's as simple as that MSc in clinical dermatology does not entail a med school grads to be calling themselves as a dermatologist in India. However, she probably has hired qualified dermatologists in her clinics who are the ones prescribing medicines. Maybe someone on here can explain what. അതായത് ഇവര് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യം, ഇവർക്ക് MD അല്ല, MBBS കഴിഞ്ഞിട്ട് ഡെർമറ്റോളജിസ്റ്റിൽ ഇവര് MSc ചെയ്തത്, MD അല്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെ സ്വയം ഡെർമറ്റോളജിസ്റ്റ് വിളിക്കാൻ പറ്റുന്ന കഴിക്കുന്നവര്? ക്ലിനിക്കൽ ഡെർമറ്റോളജി എന്തല്ലോ പഠിച്ചത്? MSc പഠിച്ചിട്ടുള്ളൂ. MBBS കഴിഞ്ഞ് MSc പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ MD എടുത്താലല്ലേ അത് സ്പെഷ്യലൈസ് ചെയ്തു മനസ്സിലായോ? മാസ്റ്റേഴ്സ് എടുത്താലേ അതിന് സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അവര്, അപ്പൊ ഇത് കുറെ വർഷം എനിക്ക് തോന്നുന്നു കല്യാണി ഒരു പക്ഷേ റെഡിറ്റിലൂടെ പോയിട്ടുണ്ടാവും, അതിന്റെ പിന്നാലെ ആയിരിക്കും പോയിട്ടുണ്ടാവും. ഇനി അടുത്ത വൈകി just blurring science with fancy marketing words. This integrative science is a scam. MSc dermatology is not a clinical course in UK. That means you can't practice as a doctor in the UK with MSc. For that you need MRCP and another 4 years of training. And who has recognized this integrated dermatological approach? No medical board has recognized it. As long as it is unrecognized, it's a scam. അത് MSc ഡെർമറ്റോളജി ഇല്ല സംഭവം. MSc ഡെർമറ്റോളജി വെച്ചിട്ട് അവർക്ക് UK ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ഇന്ത്യയിൽ പോസിബിൾ ആവും എന്നുള്ള ചോദ്യത്തിക്കാണ് ഇവർ പോയിന്റ് ഔട്ട് ചെയ്യുന്ന എല്ലാവരും. It's a course done by physicians assistants in the UK. Yeah, she is scammy. She seems to be advertising for a lot of wellness farces lately. As a doctor, I would not go to her. Just runs around showing off how much money she has. Honestly, she can afford to get an MD. But as with all scamsters, low input, quick and profitable ways. അതായത് ഇതിൽ ഓൾറെഡി ഇവർ പറയും, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ MSc വെച്ചിട്ട് ഇവർക്ക് ഒരിക്കലും ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. UK എന്നാണെങ്കിലും US എന്നാണെങ്കിലും എവിടെന്നെങ്കിലും ഒരു MSc ഡിഗ്രി എടുത്ത് കൊടുത്തിട്ട് ഇവരെങ്ങനെ അല്ലേ എങ്ങനെ ട്രീറ്റ് ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ എടുക്കും എന്നുള്ളത് ആ ഒരു സാധനം. അതായത് കല്യാണി എനിക്ക് തോന്നുന്നത് ഇതിലൂടെയൊക്കെ പോയി നോക്കിയത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇവരുടെ ഡിഗ്രീന്റെ പിന്നാലെയും അല്ലെങ്കിൽ ഇവരുടെ വാട്ട് ഈസ് ഹാപ്പനിങ്, അതായത് ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ, ഇവർക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ചു പോകണം. ഇനി അടുത്ത വൈകി നെക്സ്റ്റ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഹെൽത്ത് തിരുവനന്തപുരം ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥിരീകരണങ്ങളും ഞാൻ ഉണ്ടാക്കിയതല്ല, അതായത് സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി രേഖാമൂലം നൽകിയവയാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ. ഈ വിഷയം നിയമപരമായ പരിഗണനയിലായതിനാൽ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എൻ്റെ പ്രേക്ഷകരോടും ഈ വിഷയത്തിൽ ആശങ്കപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രക്രിയ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. നന്ദി ഉപ്പ്. അപ്പോ ഇവര് ഇപ്പോ പോകുന്നത് എങ്ങോട്ടാ? അതായത് അതായത് കല്യാണിയെ, അതായത് ജീവാലക്ഷ്മിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർക്കോ സ്ഥാപനത്തിനോ രജിസ്ട്രേഷൻ ഇനഫ് ഡോക്യുമെന്റ്സ്, അതാണ് വിഷയം. അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും കാര്യങ്ങള്. കാരണം ഇത് വൻ സീൻ, സെലിബ്രിറ്റി അല്ല ഇത് വേറെ സീൻ എന്ന് വെച്ചാൽ ഇത്ര വർഷമായിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡായിട്ടാണ് ഇവർ ഈ സാധനം കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു ഡോക്യുമെന്റ്സും ലൈസൻസും ഇല്ലാതെയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമാണ് മൈ വേ ബൈ കല്യാണി കൊടുത്തിട്ടതും. ആൻഡ് അത് മാത്രമല്ല, കല്യാണിയെ അതായത് ജീവാലക്ഷ്മിയെ ട്രീറ്റ് ചെയ്തത് ആരാ? നിലൂഫർ തന്നെയാണ്. അത് ഇനി മാറ്റി പറയാൻ പറ്റില്ലല്ലോ, ഓൾറെഡി ഇറ്റ്സ് ദെയർ. ഓക്കെ, ഈവൻ ജീവാലക്ഷ്മി ആണെങ്കിലും അവരുടെ വീഡിയോയിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞ എന്താ, നിലൂഫറിനെ മാത്രം പോയി കണ്ടിട്ടാ ട്രീറ്റ് ചെയ്തതെന്നാ പറഞ്ഞത്. നിലൂഫറും പറഞ്ഞ എന്താ, ഞാനാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. ഇതും കൂടി ഒന്ന് വായിക്കും. ഇതും കൂടി ഇത് ഒരു വർഷം മുമ്പ് റെഡിറ്റ് ഇത് മാത്രം മതി. ഇത് something very sketchy about her clinics. La Femme is indeed very popular among the അമ്മയുടെ ഇതാട്ടോ ലാ ഫെമി എന്നുള്ളത് ഈ നിലൂഫറിന്റെ മദറിന്റെ സ്ഥാപനമായിട്ട്. Still have a lot of clients and even bridal works, but her clinic is always empty. Everyone knows it exists, but hardly anyone goes there. She has an MSc in dermatology from UK, which is not the same as having an MD in dermatology. The former is not even a clinical qualification. It just makes the name board look fancier. അപ്പൊ MSc ഇല്ല ശരിക്കും, കോഴ്സ് ഉണ്ട്. അല്ല ഇവര് MSc എടുത്തു എന്നാ പറയുന്നത്. കോഴ്സ് ഉണ്ട് ശരിക്കും, കോഴ്സ് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. പക്ഷെ ഇവര് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് ഇല്ല എന്നാണ് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയച്ച കല്യാണിക്ക് ഒരു പക്ഷെ റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിയപ്പോഴായിരിക്കണം ഇവരെന്ത് ചെയ്തേ, ഈ സാധനം വെച്ചിട്ട്
റൈറ്റ് ടു ഇൻഫർമേഷനിൽ ഇവർ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് എങ്ങോട്ട് പോയത്, ബാക്കി ഫെസിലിറ്റീസിലേക്ക് പോയത്. ഓക്കെ, അത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ അടിയിൽ ഇവർക്ക് രജിസ്ട്രേഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് MBBS ഡോക്ടർ ആയതുകൊണ്ട് ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. MBBS കിട്ടും. പക്ഷെ അത് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ചിലപ്പോ ഏത് MBBS ആകെ സീനായി പോയല്ലോ. അല്ല MBBS അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഓബിയസ്ലി അവർക്ക് ഇത്രയും കാലം സർവൈവ് ചെയ്യാൻ പറ്റൂല. അതങ്ങനെയല്ല, ഇത് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ല. കാരണം നിങ്ങൾ ക്ലിനിക്കലി ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇത് ക്ലിനിക്കലി ട്രീറ്റ് ചെയ്യുന്ന ഒരാളാന്നുള്ളത് മറ്റേ പച്ചവെളിച്ചം പോലെ നമുക്ക് മനസ്സിലായതാണ്. കാരണം ട്രീറ്റ്മെന്റ്സ് ഇവർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവർ ക്ലയൻസിന് എടുക്കുന്നുണ്ട്, ഇവര് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല, അതില് വേറെ കാര്യം പറയുന്നുണ്ട്, മരുന്ന് വേറെ കാര്യം പ്രിസ്ക്രൈബ് ചെയ്യേണ്ട അവിടെ ഉള്ള വേറെ ഡോക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചോ വേറെ എവിടെ പറഞ്ഞത്? അത് അവിടെ ഡോക്ടർമാർ വേറെ ഉണ്ട്, ഇത്ര ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, അവരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മേ ബി ഇത് ജസ്റ്റ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻ ചെയ്തിട്ട് എന്താ ചെയ്യണ്ടാവും അറിയോ, ബാക്കി മറ്റവരെ ഏൽപ്പിക്കുന്നുണ്ടാവും ടീമിനെ, എന്നിട്ട് അവര് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. മൈ നോളേജ് ഇത് ശരിക്ക് MSc എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൺസൾട്ട് ചെയ്യാൻ പാടില്ല. MBBS വെച്ചിട്ട് അവർക്ക് കൺസൾട്ട് ചെയ്യാം. ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കൺസൾട്ട് ചെയ്യുന്നത് അവിടെ എന്റെ ഡൗട്ട്. അവര് ഓബിയസ്ലി MBBS ആണ്. MBBS കഴിഞ്ഞ് MSc ഉള്ള ഒരാൾക്ക് പോയിട്ട് കൺസൾട്ടേഷൻ ചെയ്യുന്നതിന് MBBS ഫിസിഷ്യൻ എന്നുള്ള രീതിക്ക് അവർക്ക് ചെയ്യാം, അതുകൊണ്ട് വിഷയമല്ല. പക്ഷെ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അവിടെയാണ് ഈ സീൻ. MSc ഡെർമറ്റോളജി വെച്ച് മാത്രം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനുള്ള ഉത്തരം ഇപ്പൊ എന്താണെങ്കിലും നിലൂഫർ പറയുന്നത്, നിലൂഫർ അതങ്ങനെ കേസാണ്, അത് മേ ബി ഇങ്ങനെ മാറിപ്പോവാ. എന്ത് കേസാണ്, കേസും വിഷയമായിട്ട് നടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോ ഞാൻ അതിലൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞിട്ട് പോവാന്നല്ലാതെ അതൊന്ന് മാറിപ്പോവാൻ പറ്റും തോന്നുന്നില്ല. കുറെ കാലമായിട്ടുള്ളതാണല്ലോ. ഞാൻ പറയുന്നത് റെഡിറ്റിനകത്തൊക്കെ ഇവരുടെ ഈ ഡിഗ്രീനെ കുറിച്ചും ഇവരുടെ MSc സാധനത്തിനെ കുറിച്ചിട്ടൊക്കെ വർഷങ്ങളായിട്ടുള്ള ഈ സംസാരം നടക്കണോ എന്നുണ്ടെങ്കിൽ ഇവരിത്രയും റെപ്യൂട്ടഡ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ എന്തൊക്കെയോ പോരായ്മകൾ കാരണമാണല്ലോ ഈ ചർച്ചകൾ നടക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മറ്റേ മൂൺ ഗോഡസിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഉള്ള പോലെ ആളുകൾ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നല്ലതും ചീത്തയും ചർച്ച ചെയ്യാം. പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് നല്ലതും പറയുന്നു, അതിന് അത്ര തന്നെ എന്തും അല്ല. മൂൺ ഗോഡസിന്റെ ഇവരെ കാര്യമാണ് പറഞ്ഞത്, മൂൺ ഗോഡസിന്റെ കാര്യമല്ല അത് ഒഴിവാക്കി. കാരണം അവർക്ക് അത് വേറെ സ്കീമാണ്. എനിക്ക് ഇന്ന് വീഡിയോ ചെയ്തപ്പോ മനസ്സിലായി അതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട്, അതിന് ആരൊക്കെ സർവൈവ് ചെയ്തവരൊക്കെ എത്രത്തോളം ഇതായിട്ടുണ്ട്. പറഞ്ഞത് സ്നേഹ പറഞ്ഞിട്ട് എന്നോട് ഇത് അറിഞ്ഞിട്ടും പോയി പറയാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും പോയി കാശ് കൊടുത്ത് രണ്ടാമതും പോയി നിൽക്കുന്നവർക്കാണ് പ്രശ്നം. ഞാൻ അവർക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, എനിക്ക് റിപ്ലൈ കിട്ടിയിട്ട് എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു, പക്ഷെ എനിക്ക് റിപ്ലൈ ഒന്നുമില്ല. പിന്നെ ഇയാൾ പോയിട്ട് ആര് ഷെർലക് ഹോംസ് സീക്രട്ട് ഏജന്റ് വേണ്ട. എന്റെ ഇൻസ്റ്റാഗ്രാമില് മറ്റേ മേക്കപ്പ് റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാരെ നല്ലോ പറയും സ്നേഹം, നല്ലോ പറയും. എന്റെ ഒറിജിനൽ മുഖം ഞാനല്ലേ കണ്ടത്. ഈ ആളെ പോയിട്ട് മറ്റേ തേച്ചു തേച്ചിട്ടില്ല. ആര് പറഞ്ഞു? ജിമ്മ് പോകുമ്പോഴും ഒരു ലോഡ് ലിപ്സ്റ്റിക്. ഞാൻ ജിമ്മ് പോയതാണ്, സത്യം പറയട്ടെ, ഞാൻ ജിമ്മ് പോയതാണ്. പക്ഷെ ഞാൻ ആകെ ഞാൻ പുരി ഐബ്രോസ് എഴുതാറുണ്ട്, പിന്നെ ലിപ്സ്റ്റിക് കുറച്ചിടും, അല്ലാതെ മുഖത്ത് ഒരു കുന്ത് ചെയ്യാൻ ഞാൻ കണ്ടതാണ്. ജിമ്മിന് പോകുമ്പോ ഞാൻ ചെയ്യാറില്ല. പക്ക ഫേക്കാണ്. ഞാൻ ഉള്ളത് ജെന്യുവിൻ സാധനമായിട്ടുള്ളൂ. ഒലക്കാന്റെ മൂഡ് ഞാൻ തന്നെ ഇവിടെ ട്രോളും. അന്നെ ട്രോളാൻ വേറെ ആരും വേണ്ടല്ലോ. അന്നെ എക്സ്പോസ് ചെയ്യാൻ ഞാൻ തന്നെ മതി. വീഡിയോ ഉണ്ടായിരുന്നു. അത് പോട്ടെ, ഇവിടെ ഈ ഡോക്ടർ നിലൂഫറിനെയുള്ള നമ്മള് പറഞ്ഞത്. അപ്പോ നിലൂഫർ ഡോക്ടറിന്റെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സെലിബ്രിറ്റി ആൾക്കാരാണെങ്കിൽ ഇതൊന്നും അറിയാതാണ് പോണത്. എടി ആരും അവരിപ്പോ UK പോയി പഠിച്ചു, US പോയി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ട് ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങി. ശരി, ആരും പേപ്പേഴ്സ് ഒന്നും ചോദിക്കില്ലല്ലോ അല്ലേ? ആരപ്പോ ഡിഗ്രി സാധനമൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ എവിടെയും പറയുന്നില്ല കേട്ടോ അവരുടെ ഡിഗ്രി ഫേക്ക് ആണെന്ന് അല്ലെങ്കിൽ മറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. വാട്ട് കല്യാണി ആയിട്ടുള്ളൊരു പോസ്റ്റിനകത്ത് അത് ഡയറക്റ്റ് ചെയ്യുന്നത് ആർക്കാണ്? ഓബിയസ്ലി ഡോക്ടർ നിലൂഫറിന്റെ അടുത്തേക്ക് തന്നെയാണ്. കാരണം കല്യാണിക്ക് എനിക്ക് തോന്നുന്നത് ഇതൊരു ട്രംപ് കാർഡാണ്. കാരണം കല്യാണിയെ ട്രീറ്റ് ചെയ്തത് നിലൂഫർ അല്ല എന്ന് ഇനി പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, കൺസൾട്ടേഷൻ എടുത്തത് നിലൂഫറിന്റെ അടുത്താണെന്നുള്ളത് അത് ഈവൻ ഞാൻ അതും കൂടി വെച്ചത്. അതും കൂടി ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ കല്യാണിയും പറയുന്നുണ്ട് അത്
എനിക്കിനി ഇങ്ങനെ പ്രായം കൂടി വരുതോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പൊ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്റെ മനസ്സിൽ വിചാരിക്കുന്ന അവര് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കല്യാണിയും പറയുന്നുണ്ട് ഡോക്ടർ നിലൂഫറിന്റെ അടുത്ത് തന്നെയാണ് അവർ ട്രീറ്റ്മെന്റ് എടുത്തതെന്നുള്ളത്, മാറ്റമൊന്നുമില്ല. അപ്പോ ഇനി അറിയാം അല്ലേ, ഇനി ഇവരിത് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ അതോ ഇനി കേസും കൂട്ടുമായിട്ട് പോയിട്ട് അതിന്റെ ഒരു റിസൾട്ട് ആണോ നമുക്ക് കിട്ടുക, അതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. കാരണം കേസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് ബ്രാൻഡിന്റെ പേരോ ഇവരുടെ പേരോ പറയാനുള്ള മടി കൊണ്ടായിരിക്കണം അവരിത് പറഞ്ഞിട്ടില്ല. ഇനി ഈ ഡോക്ടർ നിലൂഫറിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടുമെന്നുള്ളത് അറിയില്ല. കാരണം അവരും പറയും ചിലപ്പോൾ നിയമപരമായിട്ടായതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. ഇനി ഒന്നുമില്ലെങ്കിൽ നിലൂഫറിന് മറ്റേത് പോസ്റ്റ് ചെയ്യാലോ, ഇത് ഇവരിട്ട പോലെ തന്നെ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ആലോചിക്കുന്നതല്ല. ഇവര് ആ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ സാധനം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇങ്ങനെ കോഴ്സ് അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ആ കോഴ്സ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കോഴ്സ് വന്നത്. ചില യൂണിവേഴ്സിറ്റിയിൽ ചില ടൈമിൽ ഒരു കോഴ്സ് ഉണ്ടാവും, കാരണം പറയാൻ പറ്റില്ലല്ലോ. ചാൻസസ് ആർ ഹൈ. കാരണം ആ കോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ആൾക്കാരില്ലെന്ന് കാണുമ്പോ അവര് ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ ഈ കറന്റ് സിറ്റുവേഷൻ, കാരണം അതൊക്കെ കുറെ മുന്നേ പഠിച്ചല്ലോ ആയിരിക്കാം. ചിലപ്പോ അന്ന് അവര് പഠിച്ച സമയത്ത് അതുണ്ടായിരിക്കണം ആ കോഴ്സ്, ആ കോഴ്സ് ഉണ്ടാവണമെന്നില്ല. അതോ ഇനി ആ കോഴ്സ് അവർ ഓഫറേ ചെയ്യുന്നില്ല എന്നാണോ എന്നുള്ളത് നമുക്കറിയില്ല. ആ കല്യാണം അയച്ച മെയിലിന്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ, അതും കൂടെ എടുത്ത പ്രൂഫ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ ഗൈസ്, തിങ്സ് ആർ ഗെറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അത് മോർ ഇൻട്രസ്റ്റിംഗ് ആകുമ്പോൾ എനിക്ക് മോർ അടി കിട്ടും. മറ്റേതാണ് എനിക്ക് പെട്ടെന്ന് ഈ പോസ്റ്റ് ചെയ്യണ്ടപ്പോൾ ഞാൻ അതാ മറ്റേ നരനില് മോഹൻലാലല്ലേ, മോഹൻലാലിന്റെ പേരെന്തായിരുന്നു നരനില് വേലായുധേട്ടാ ഒരു അരിക്കുള്ള ഗോൾഡേ പറഞ്ഞ പോലെ ഏജന്റെ ഒരു അരിക്കുള്ള ഗോൾഡേ. എന്റെ വേറൊരു ഗോള് വന്ന് നടക്കുന്നുണ്ട്, മൃണാൽ. ഞങ്ങള് അടുത്ത ദിവസം കൊണ്ടുട്ടോ മൂപ്പർക്ക്. ഞാൻ പറയട്ടെ വേണ്ട വെറുതെ മൂപ്പർക്ക് ശരിക്കും കൊണ്ടു. പാവങ്ങളെ സഹായിക്കുന്ന അല്ല മൂപ്പര് ഇന്നത്തെ വീഡിയോയിൽ അതാ പറയണേ, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് മൂപ്പര് സഹായിക്കുന്നില്ല, ഞാൻ ചെയ്യണ്ടോന്നൊക്കെ ചോദിക്കുന്നു മൂപ്പര്. അതിനുള്ള ഞാൻ നാളെ പറഞ്ഞുതരാം മൂപ്പർക്ക്. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടില്ല. അല്ല ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ രണ്ടാമതൊരു കോൺട്രവേഴ്സിക്കുള്ള സാധനം കിട്ടിയല്ലോ. ഞാൻ വന്ന് ചാടിയോട് എത്രയോ പേര് മൂപ്പര് റിയാക്ട് ചെയ്തു. ഇത്രയും ദിവസം കുറെ പേര് ട്രോൾ ഇട്ടു, കുറെ പേര് മൂപ്പര് പറഞ്ഞപ്പോഴൊന്നും മൂപ്പരിക്കില്ല. അപ്പൊ മൂപ്പര് എന്താ വിചാരിച്ചത്, മൂപ്പർക്ക് റീച്ചില്ല, റീച്ചുള്ള തണ്ടി ഞാനാണല്ലോ. അപ്പൊ ഞാൻ തന്നെ വന്ന് കുടുങ്ങിയോണ്ട് അത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇനി എന്റെ പേരൊന്നും പറയാതെ ഒരു വീഡിയോ കിട്ടു പോയിട്ടുണ്ട്. പേര് പറയുന്ന ധൈര്യം കണ്ടില്ലത്, പേര് പറയുന്നു. വേണമെങ്കിൽ എന്റെ പേര് കൂടി ചേർക്കട്ടെ. ഈ ഗെയിമിൽ ഇല്ല, നിർത്തി പോയി കഴിയാണ്. എനിക്ക് ഇതേപോലെ വൈവേ കല്യാണോ മൂൺ ഗോഡസോ ഇതിന്റെ അടുത്ത ടോപ്പിക് എക്സ്പോസിംഗ് സ്നേഹ ആർ നായർ, ദ ഫേക്ക് ബ്യൂട്ടി പ്രൊഡക്റ്റ് റിവ്യൂവർ. ഞാൻ സത്യസന്ധമായി ജെനുവിനായിട്ടുള്ള കാര്യം പറയുള്ളൂ. എനിക്കത് ഫേക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജെനുവിനായ ആളാണെന്ന് എല്ലാവർക്കും അറിയാം. കുറെ ആൾക്കാർ ഇതേപോലെ എന്തൊക്കെയോ വാരിപ്പൊത്തി തേച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രൊമോഷൻ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ബ്രാൻഡും അല്ല പ്രൊമോഷനും അല്ല ഒന്നുമല്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയത് എനിക്ക് കുറ്റം പറയുന്ന വീഡിയോ കാണിച്ചില്ല. ഇനി വീഡിയോയുടെ അടിയിൽ എഴുതി അല്ല കേക്ക് ഈ ആർക്കും ഒന്നും സജസ്റ്റ് ചെയ്യണ്ട, ഈ തേച്ചു കഴിഞ്ഞു അത്ര മതി. ഞാൻ സജസ്റ്റ് ചെയ്യണ്ട. ഞാൻ നല്ലതല്ലാതെ ഞാൻ പറയും നല്ലതാണെങ്കിൽ ഞാൻ പറയും, നല്ലതല്ലാത്തതാണെങ്കിൽ ഞാൻ പറയും. അങ്ങനെ പോലെ അപ്പൊ കുഴപ്പമില്ലല്ലോ. പക്ഷെ നല്ലതല്ലാന്ന് പറഞ്ഞാൽ അവരിനി കേസ് ഞാൻ ഫേക്കാണ്, ഞാൻ ഡബിൾ സ്റ്റാൻഡ് ആണ്, മൾട്ടി സ്റ്റാൻഡ് ആണ് എല്ലാവർക്കും അറിയില്ല. അപ്പൊ എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് അല്ല, ഞാൻ മൾട്ടി സ്റ്റാൻഡർ ആണ് എന്തായാലും. പിന്നെ എനിക്ക് നിലപാടില്ല, അതുകൊണ്ട് ആദ്യം പറഞ്ഞില്ലല്ലോ. അതുണ്ടാവില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്നൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാക്കണം. പാർട്ടി അതല്ലേ, അത്ര
ഫ്രാൻസ്. ശരി, ഫ്രാൻസ് okay, ആയിരുന്നു bye. ഞാൻ ഫ്രാൻസിന്റെ ആളായിരുന്നു. ഫ്രാൻസ്. ഫ്രാൻസിന്റെ വേൾഡ് കപ്പിൽ ഞാൻ ഫ്രാൻസിന്റെ ആളായിരുന്നു. തോറ്റുപോയി. അതെ. ശരി, ഓക്കെ, ബൈ.